കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയേക്കണം. ഞാനിത് എങ്ങനെ സഹിക്കാൻ ഈശ്വര? എന്താ 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 എന്തോ പറയാനാണ്, അവൾ ഒരു കത്ത് എഴുതി വെച്ച അലവലാദിയുടെ കൂടെ ഇറങ്ങിപ്പോയി, അതും നമ്മുടെ കാറില്. അറിഞ്ഞേ, വണ്ടി എടുക്കണ. ഒന്ന് വേഗം വിടുവോന്ന്, അവരെങ്ങാനും അറിഞ്ഞ ഇങ്ങനത്തെ അധികം സമയമൊന്നും വേണ്ട. അതിനിത് നീങ്ങണ്ടേ? ഇത് എവിടുന്ന് കിട്ടി ഈ പാട്ട വണ്ടി? കയ്യിലഞ്ചിന്റെ പൈസയില്ല, സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ വണ്ടിയില്ല, എന്നിട്ട് സ്വന്തം വീട്ടിലെ വണ്ടി എടുത്തോണ്ട് വരുമ്പത്തേക്കിനും ഒരു 100 കുറ്റവും. നാക്ക് അവരാണെന്ന് തോന്നുന്നു, ആരോ പുറകെ വരുന്നു. അയ്യോ, അവരെന്നെ. വേഗം വിട്. ഭാസ്കരൻ നായർക്ക് മക്കള് 2 അല്ല, ഇനി 1 ഉള്ളൂ. അല്ല, നിങ്ങൾ ഈ ഡയലോഗ് അടിക്കാനാണ് ഇത്രയും കിലോമീറ്ററിനെ കൊണ്ട് വന്നത്? ഡിക്കി ഉറക്കാൻ പറയടാ അവൻ്റെ അടുത്ത്. ഡിക്കി പറ. ആ, സാധനമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ച ഗ്യാസും ഇവിടെ വില കൂടുതലായത് കാരണം തമിഴ്നാട് വരെ പോയി ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് വന്ന കാറും കൊണ്ട് നിനക്കൊക്കെ പോകണമല്ലേ മോനെ? വണ്ടി ഇറാ. അല്ല, ഒരു കാര്യം, അച്ഛൻ എന്തിനാണ് ഫുൾ ടാങ്ക് പെട്രോൾ ഇതിൽ അടിച്ചിട്ടത്? അത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അടുത്ത ആഴ്ച ഗോവയ്ക്ക് പോകാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. വയസ്സാം കാലത്ത് കളവനെ കഴപ്പ് തന്നെ. അല്ല, ഈ കാര്യം അപ്പം അമ്മയ്ക്ക് അറിയാമോ? അവളുടെ തെങ്ങാനും പോയി പറഞ്ഞ അന്ന് നിന്റെ അവസാനമാണ്. അല്ല ചാപ്പ, കിങ്ങിണി മങ്ങിണി, നീ വണ്ടി എടുത്തോണ്ട് പാടാ. എന്നാ പിന്നെ 2 കൂടെ ഒളിച്ച് ഓടാൻ നിൽക്കണ്ട, നടന്നോ. ഇതിൽ സ്വർണം വല്ലതും ഉണ്ടോ? ഇതിലെന്റെ ഡ്രസ്സ് മേക്കപ്പ് സാധനം മാത്രമേ ഉള്ളൂ. അയ്യോ, നടക്ക്.